ആഘോഷകരമായി രണ്ടാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്തിരി ഉറക്കപ്പിച്ചുണ്ട്, കാരണം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്കിപ്പ് ചെയ്തു വന്നവരാണെങ്കിൽ നിങ്ങളൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് സ്കിപ്പ് ചെയ്ത് ബാക്കിലേക്ക് പോയാൽ എന്തുകൊണ്ട് എനിക്ക് ക്ഷീണം എന്ന് മനസ്സിലാകും. കുഴപ്പങ്ങളൊന്നുമില്ല, എനിറ്റു ഉറക്കപ്പിച്ചുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി. ക്ലാസ്സിലേക്ക് പോകുന്നു. ഇന്ന് നമുക്ക് 2 ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് റിപ്രോ, 2 സർജറി. രണ്ടിലും പ്രാക്ടിക്കലി പറഞ്ഞിട്ടുണ്ട്. സെറ്റ് പരിപാടിയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബോറ് പരിപാടിയാണെങ്കിൽ അഥവാ മുന്നേ ചെയ്ത പരിപാടിയുടെ ഇത്തിരി കൂടി എക്സ്റ്റെൻഡ് വെർഷൻ ആണെങ്കിൽ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കിടിലം പരിപാടിയാവും നിങ്ങൾ ആഗ്രഹിക്കൂ, അല്ല പ്രാർത്ഥിക്കൂ ആണെങ്കിൽ കാണിച്ചു തരാം. കാരണം ബൂട്ടൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൂട്ട് എടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ ഇന്ന് നല്ലൊരു ദിവസമാണ്. നല്ല ടെമ്പറേച്ചർ കാണിച്ചു, അതുകൊണ്ട് തന്നെ ജാക്കറ്റ് ഇട്ടില്ല. ചതിക്കല്ല എൻ്റെ കർത്താവ്. ഇന്ന് പ്രതീക്ഷയിൽ നമുക്കങ്ങോട്ട് പോകാം. നല്ല വെയില. പണ്ടൊക്കെ ആണെങ്കിൽ ബോറടിച്ച് പണ്ടൊക്കെ ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചാണ് വിദേശത്തേക്ക് വന്നത്. വിദേശത്തേക്ക് വന്നപ്പോൾ ആണെങ്കിൽ ക്ലാസ്സിൽ എല്ലാ ദിവസം പോകാനായിരുന്നു നോക്കാൻ വരില്ലല്ലോ. ഇപ്പം എല്ലാവരും കൂടി കൂട്ടിക്കുഴച്ച് വന്നൊരവസ്ഥയാണ്. മുടങ്ങാണ്ട് ക്ലാസ്സിലും പോകണം, അതായത് അറ്റൻഡൻസ് നിർബന്ധമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുടങ്ങാതെ ജോലിക്കും പോകണം. 2 സ്ഥലത്തും പങ്ക്ച്വാലിറ്റി മുഖ്യം എന്ന അവസ്ഥ. വല്ലാത്ത ജാതി അവസ്ഥയാണ്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് ചാടി ഇവിടെ ഒന്ന് ഞാൻ സൂചിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും എല്ലാ കാര്യങ്ങൾ അറ്റൻഡൻസ് മുഖ്യം പിക്കില്ലേ. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ മൊത്തം നമ്പറുകളാണ് ഈ കാണുന്ന ഫുള്ള്. പിന്നെ വേറൊരു സെറ്റും കൂടി ഉണ്ട്, അത് വേറെ സ്ഥലത്താണ്. അപ്പം അതിനനുസരിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പരിപാടികളൊക്കെ. ഇന്ന് നമുക്ക് ക്ലാസ് ഉള്ളത് ബിയിലാണ്. എ അവിടെയല്ല, നിങ്ങൾ കണ്ട എ സെക്ഷനാണ് കണ്ടേ. അതേപോലെ ബി സെക്ഷനും ഉണ്ട്. അത് ആ കാണുന്ന ടെംപ്ലേറ്റിൽ അവിടെ കാണും ബി സെക്ഷൻ. അതിമനോഹരമായ അറേഞ്ച്മെൻറ്റ്സോട് കൂടിയ സ്ഥലത്താണ് നമ്മുടെ ക്ലാസ്. അതായത് ഇതേ കാണുന്നതിൻ്റെ ഉള്ളിൽ. എപ്പോഴും ഇങ്ങനെയല്ല, പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഈ ഒരു പരിപാടി ചെയ്യാൻ മാത്രം ഓൾറെഡി സാമ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൈക്രോസ്കോപ്പിൽ സാമ്പിൾ അതേപോലെ പല പല കേസസ് കണ്ടു. എങ്ങനെയൊക്കെ ഇരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ എല്ലാം കണ്ടു. ഏതാണ്ട് ഇതേപോലെ ഇരിക്കും എൻഡോമെട്രിയൽ സെൽസ്. മുൻപ് അങ്ങ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമുക്ക് ഇതേ സാധനം പരീക്ഷയിലുണ്ടായിരുന്നു, എഴുത്ത് പരീക്ഷയിൽ. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ ഫാൻഡത്തി ചെയ്തു, അത് കഴിഞ്ഞ് ഈ കുതിരച്ചാട്ടനും ചെയ്തു. പ്രശ്നക്കാരനല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ രസമൊന്നും ഉണ്ടായില്ല എന്ന് എനിക്കറിയാം കാണുന്നവർക്ക്. മുന്നേ ഞാനൊരു എൻഡോമെട്രിയൽ ബയോപ്സി ടെക്നിക്കിനെ കുറിച്ച് പരീക്ഷയിൽ എഴുതിയ കാര്യം പറഞ്ഞില്ലേ, അന്ന് എഴുതി. ഇന്ന് അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തു. അപ്പോൾ അതാണ് ഇന്ന് സംഭവിച്ചത്. ആദ്യം നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിലുള്ള സെൽസൊക്കെ കാണാൻ സാധ്യതയുള്ള ആ ഒരു സംഭവം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുതിരയിൽ കണ്ടു. കുതിരയ്ക്ക് മുന്നേ ഫാൻഡത്തി കണ്ടു. ഫാൻഡത്തിൽ ചെയ്യണ 2 മെത്തേഡുകൾ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒറിജിനൽ കുതിരയിൽ ചെയ്തു. അപ്പോൾ അതാണ് ഇന്ന് സംഭവിച്ചത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതൊക്കെ തന്നെ. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ പോകണം. പക്ഷെ അതിന് മുന്നേ നമുക്കൊരു ടീച്ചറിനെ കാണണം. അതായത് നമുക്കൊരു ട്രിപ്പ് തന്നെ. ട്രിപ്പ് ആയി കഴിയുമ്പോൾ ഞാൻ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞുതരാം. ട്രിപ്പ് നിങ്ങൾ ഉദ്ദേശിക്കണം എൻ്റെ ഫൺ ട്രിപ്പൊന്നുമല്ല, ക്ലാസ്സിന് ബേസ് ചെയ്തിട്ട് തന്നെ ഒരു സ്ഥലത്തേക്ക്. ഏത് സ്ഥലമെന്ന് പിന്നെ പറയാം. അപ്പോൾ ടീച്ചറിനെ കണ്ട പുള്ളി എന്താ പറയണത് നോക്കട്ടെ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് സെറ്റാവുന്നു. പിന്നെ ഞാൻ പഠിത്ത മൂഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഉറക്കക്ഷീണമുണ്ട് കേട്ടോ, ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ ഉള്ളത് എന്തുകൊണ്ടും ഒരു ഭാഗ്യമാണ്. നല്ല റേറ്റ് കുറവിന് നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഇനി തിരിച്ചു പോയിട്ട് ഉണ്ടാക്കി കഴിക്കാനുള്ള ആരോഗ്യമില്ല, വയ്യ, തീരെ വയ്യ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ ഇന്നലത്തെ ഉറക്കം കൂടി മുടങ്ങിയതുകൊണ്ട് ഞാനപ്പം പോയൊരു സൂപ്പ് അങ്ങോട്ട് മേടിച്ചു. നോണാണെന്ന് വിചാരിച്ച, പക്ഷെ വെജിറ്റേറിയൻ ആയിരുന്നു. അത് പകുതിയായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുന്ന കേസ്. കൂട്ടത്തിൽ വറുത്ത ചിക്കനുണ്ട്, വേറെ ഏതോ കോഴിയുണ്ട്. പിന്നെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഡെസേർട്ട് തന്നല്ലോ, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. ഒന്ന് പോയിട്ടുണ്ടാക്കാൻ എനിക്ക് വയ്യ. അപ്പം ശരി, ബൈ, കഴിക്കട്ടെ. അങ്ങനെ അടുത്ത ക്ലാസ്സിലേക്ക് പോകേണ്ട സമയം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടി സമയമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. ആരെയിലൊക്കെ വെറുപ്പിക്കാൻ കിട്ടും. ഓക്കെ, ഇവനാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. ഇവനെ ഞാനും വെറുപ്പിച്ചു, അവൻ ഈക്വലി എന്നെയും വെറുപ്പിച്ചു. ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് വരണ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചിട്ടാണ് തീവ്രമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ട്രിപ്പ് വരുമ്പോൾ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം ശരി. അങ്ങനെ ആഘോഷകരമായിട്ട് 2ാമത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്ലാസ്സിൽ വെച്ച് വീഡിയോസ് എടുക്കാഞ്ഞേ. 2 ലാബ് ഒരുമിച്ച് പുള്ളിക്കാരി ഇങ്ങോട്ട് എടുത്തു.
അതിൻ്റെ ലെക്ചർ പാർട്ട് എടുത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പുള്ളിക്കാരി രണ്ടിൻ്റെയും കൂടി കൂട്ടിയിട്ട് ലാബ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഉറക്കം വന്നിട്ട് എൻ്റെ കണ്ണൊക്കെ ഒരു പരിവായിട്ടുണ്ട്. ഉറക്കം വയ്യ. ഇനി തിരിച്ച് വീട്ടിൽ പോവാം, കിടന്നുറങ്ങാം. പിന്നെ ഇവിടെ ഒരു മിത്തുണ്ട്, അത് ചിലപ്പോൾ സത്യമാവാം, ചിലപ്പോൾ സത്യം അല്ലാതിരിക്കാം, എങ്ങനെയെങ്കിലും ആവട്ടെ. എൻ്റെ ഒരു അറിവ് വെച്ച്, എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഒരു പരിധി വരെ അത് ശരിയാണ്. നമ്മൾ ഈ യൂറോപ്പിൽ വന്ന് കുറേ ഫ്രണ്ട്സായിട്ട് മിങ്കിൾ ചെയ്യണം, അല്ലെങ്കിൽ കുറേ ആൾക്കാരായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ പബ്ബിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും, കുറേ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇന്നലെ നമ്മുടെ പരിപാടി എന്ന് ഉദ്ദേശിച്ചത് കൂട്ടുകാർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. പരീക്ഷ എല്ലാം പാസ്സായാൽ, എനിക്ക് പാസ്സാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ വാക്ക് കൊടുത്തത്. പക്ഷേ പാസ്സായിപ്പോയി. നമ്മൾ പറഞ്ഞ വാക്ക് അത് എവിടെയായാലും ശരി, നമ്മൾ അതിപ്പോൾ എന്നിട്ട് പറയുക നിറവേറ്റണമല്ലോ. അപ്പം അതാണ് ഇന്നലെ നടന്നത്. എന്തെങ്കിലും ആവട്ടെ, അത്രയ്ക്കേ ഉള്ളൂ. ഇനി പോവാം. ഇന്നലത്തെ ഉറക്കം പെൻഡിങ്ങിലുള്ളത് ഇന്ന് ഉറങ്ങി തീർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ പൊടി ഇട്ട സാമ്പാറും ഉണ്ട്, കളയുക. അടുത്ത കറി ഉണ്ടാക്കുക. മിക്കതും ചമ്മന്തി ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി സീൻ ടേസ്റ്റ് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പം അതായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മേടിച്ച ചിക്കൻ ഉണ്ടല്ലോ, അവനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനെടുത്തിട്ട് 5 ദിവസം എടുത്ത് വറക്കും, ഏതെങ്കിലും ചെയ്യും. അപ്പം ശരി, ശുഭദിനം. പിന്നെ നല്ല സെറ്റ് ക്ലൈമറ്റാണ്, അത് പറയാൻ മറന്നുപോയി. അത് പറയാതെ എന്ത് ഞാൻ. ഇത്രയും നല്ല കാലാവസ്ഥയിൽ ഒരു ഐസ്ക്രീം കഴിക്കാണ്ട് പോണത് മോശമല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ഒരെണ്ണം മേടിച്ചു, ഒരു മാംഗോ ഫ്ലേവേർഡ് ഐസ്ക്രീം. നമ്മുടെ നാട്ടിലെ പോലത്തെ ഐസ്ക്രീം അല്ല ഇവിടുത്തെ. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. അതേപോലെ ഈ ഐസ്ക്രീമിന് ഞാൻ 8 സ്ലോട്ട് കൊടുത്തു. 8 2 160 രൂപയുടെ ഐസ്ക്രീമാണ്. എന്തെങ്കിലും ആവട്ടെ, അതിനുള്ളതുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. 10 രൂപയ്ക്കുള്ളൂ. ഇനി നമുക്ക് വേറെ അടിപൊളി വ്ളോഗിൽ കാണാം. ബൈ ബൈ.